ഷിരൂരിൽ അർജുനായിട്ടുള്ള തെരച്ചിൽ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തെരച്ചിലിൽ ഒരു ലോറിയുടെ ജാക്കി പോലുള്ളൊരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അർജുൻ്റെ ലോറിയുടേതാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള സംഘം എത്തി നിൽക്കുന്നത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇതൊരു 8:30 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അർജുന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. നമുക്കറിയാം ഇത്രയും ദിവസമായിരിക്കുന്നു. ഇനി ലോറിയും ശരീരഭാഗങ്ങളും വീണ്ടെടുക്കേണ്ടതുണ്ട്. നമുക്ക് അത് വിഷമത്തോടെയാണെങ്കിലും ആ യാഥാർത്ഥ്യം ഇനി നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. കാരണം ഇത്രയും ദിവസം നമ്മുടെ മുന്നിൽ കടന്നു പോയിരിക്കുകയാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അലംഭാവം ആ തെരച്ചിലിനെ ദോഷകരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിനെ കുറച്ചുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഇടപെടലിനെ തുടർന്ന് കുറച്ചുകൂടി വേഗത്തിൽ കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ തെരച്ചിൽ നടപടികൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എം സന്തോഷ് ഷിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയം. നമുക്ക് നോക്കാം ഇന്നത്തെ തെരച്ചിൽ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. സന്തോഷ്, എങ്ങനെയാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടപടികൾ? ഇപ്പോൾ ഈ പുഴയിലെ ഒഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? മുങ്ങി തെരച്ചിൽ നടത്തുന്നതിന് അനുകൂലമായ സാഹചര്യമാണോ? ഒപ്പം തന്നെ ഒരു ലോറിയുടേതെന്ന് കരുതുന്ന ഒരു ജാക്കി ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു തിരച്ചിൽ രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഗംഗാവലി നദിയിൽ മുങ്ങിയുള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആണ് ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചത്. 3 മണിക്ക് ശേഷം തിരച്ചിൽ പുനരാരംഭിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഈശ്വർ മാൽപ്പയ്ക്ക് ഈ ട്രക്കിൻ്റെ ഒരു ഹൈഡ്രോളിക് ജാക്കി ലഭിക്കുകയുണ്ടായി. അത് ലോറിയുടെ ഉടമ മനാഫാണ് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെ ഈ ജാക്കി തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഈ ഗംഗാവലി നദിയിലെ ഒഴുക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്. അടിയൊഴുക്ക് 2 knots താഴെയാണ്. മാത്രമല്ല ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. വെള്ളം നല്ല തെളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഈ ഈശ്വർ മാൽപ്പയ്ക്ക് ഒപ്പം തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും സംഘം കൂടി തിരച്ചിലിനുണ്ടാകും എന്നുള്ള കാര്യം ഇന്നലെ ഈ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. ഏതായാലും ഇന്ന് 8 മണിയോടുകൂടി മാത്രമേ ഈ തിരച്ചിൽ ആരംഭിക്കൂ എന്നുള്ളതാണ് ഈ ഈശ്വർ മാൽപ്പെ അറിയിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ വിസിബിലിറ്റി ഈ പുഴയിലേക്ക് ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടാകണം. ആ സമയത്ത് മാത്രമായിരിക്കും കൂടുതൽ വെള്ളത്തിനടിയിലുള്ള കാഴ്ച ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് തിരച്ചിൽ ആരംഭിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു മഴയുടെ കാലാവസ്ഥ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി മഴ പൂർണ്ണമായും മാറി നിന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഗംഗാവാലിയിലെ ഒഴുക്ക് കുറഞ്ഞതും മാത്രമല്ല ഈ വെള്ളം തെളിഞ്ഞ നേരത്തെ കലങ്ങി മറിഞ്ഞ് ഒഴുകിയിരുന്ന വെള്ളം തെളിഞ്ഞ ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ ഗംഗാവാലി നദിയുടെ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ജലനിരപ്പും അതോടൊപ്പം തന്നെ അടിയൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം. അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമയത്ത് തിരച്ചിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നാണ് ഈശ്വർ മാൽപ്പെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് തന്നെ ഈ ലോറിയുടെ ഏതെങ്കിലും ഭാഗം കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഈശ്വർ മാൽപ്പെ ഇന്നലെ പങ്കുവെക്കുകയും ചെയ്തത്. ഏതായാലും ഇന്നലെ ഈ രാവിലെ മുതൽക്ക് തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്തിയിരുന്നില്ല. പിന്നീട് വലിയ രീതിയിൽ വീണ്ടും തിരച്ചിൽ അനിശ്ചിതത്വത്തിലാണ് എന്നെല്ലാമുള്ള വാർത്തകൾ വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഈ കാർവാർ MLA സ്ഥലത്തേക്ക് എത്തുകയും പിന്നീട് ഈശ്വർ മാൽപ്പയെ വിളിച്ചു വരുത്തി തിരച്ചിൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഈശ്വർ മാൽപ്പെ എത്തി വളരെ വേഗത്തിൽ തന്നെ ഈ 3 തവണയാണ് ഇന്നലെ ഗംഗാവാലിയിൽ മുങ്ങി പരിശോധന നടത്തിയത്. അതിലാണ് വാഹനങ്ങളുടെ 3 ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. അതിൽ ഒരു ഭാഗം ഈ ഹൈഡ്രോളിക് ജാക്കി എന്ന് പറയുന്നത് ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റേത് തന്നെയാണ് എന്നുള്ളത് ട്രക്കിൻ്റെ ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയായിരുന്നു. മറ്റ് 2 ഭാഗങ്ങൾ ഇവിടെ കാണാതായ മറ്റൊരു ടാങ്കർ ലോറി കൂടിയുണ്ട്, അതിൻ്റേതാണ് എന്നുള്ളതാണ് നിഗമനം. ഏതായാലും ഈ
ഇന്നലെ ഈ ഹൈഡ്രോളിക് ജാക്കി ലഭിച്ച സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പരിസരങ്ങളിലായിരിക്കും ഇന്ന് പ്രധാനമായും രാവിലെ മുതൽക്ക് തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നത്. അത് ഈ ഏതാണ്ട് കരയോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഇന്നലെ ഈ ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചിട്ടുള്ളത്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് തിരച്ചിൽ രാവിലെ മുതൽക്ക് തന്നെ ആരംഭിക്കുന്നത്. മനു, ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ നേരത്തെ തിരച്ചിലിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത് തന്നെ അതിശക്തമായിട്ടുള്ള ഒഴുക്കും അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയും കൊണ്ടായിരുന്നു. പിന്നീട് കാലാവസ്ഥ മാറി ഗംഗാവാലി തെളിഞ്ഞപ്പോഴാണ്, അടിയൊഴുക്ക് കുറഞ്ഞപ്പോഴാണ് ഇന്നലെ വളരെ വേഗത്തിൽ തന്നെ ഈ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ തിരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോൾ പുഴയിൽ വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്തുമ്പോൾ കാഴ്ച ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ചെളിയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. സന്തോഷ്, പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ ജാക്കി ഭാഗമൊക്കെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ലോറി കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിപ്പോൾ നേരത്തെ ഒരു ടാങ്കർ ലോറി ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെതാണോ എന്ന് നമുക്ക് ഒരു വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ യന്ത്ര സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അതോ നമ്മൾ മാധ്യമപ്രവർത്തകരും മറ്റുമൊക്കെ മടങ്ങിയതോടുകൂടി കർണാടക ഇതെല്ലാം പൂട്ടിക്കെട്ടി മടങ്ങിയിരുന്നോ അവർ? നിലവിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. ഇന്നലെ ഈ തിരച്ചിൽ നടത്തിയതിന് ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈശ്വർ മാൽപ്പയും സംഘവും മാത്രമാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നത്. SDRF, NDRF മറ്റേതെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈശ്വർ മാൽപ്പയും സംഘവും മാത്രമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. മറ്റ് യന്ത്ര സംവിധാനങ്ങളോ മറ്റ് ഒരു സംവിധാനങ്ങളോ ഇതുവരെയും ഇവിടെ എത്തിച്ചിട്ടില്ല. ഇന്നലെയും ഉണ്ടായിരുന്നില്ല. ഈശ്വർ മാൽപ്പയുടെയും സംഘത്തിൻ്റെയും 2 മത്സ്യബന്ധന ബോട്ടുകൾ മാത്രമാണ് ഇന്നലെ ഗംഗാവാലിയിൽ ഇറങ്ങിയത്. ഏതായാലും ഇന്നത്തെ ഒരു തിരച്ചിൽ ആരംഭിക്കുന്ന സമയത്ത് SDRFും NDRFും കൂടി ഉണ്ടാകും എന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അത് ഇനി ഏതാണ്ട് എത്ര മണിക്കാണ് അവർ എത്തുക, ഇതുവരെ ആരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എപ്പോഴാണ് ഈ എത്തുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ ഇനി ഈ ആദ്യം ഈ ട്രക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം ട്രക്ക് ഉയർത്തുന്നതിനായിട്ടുള്ള മറ്റ് യന്ത്രസാമഗ്രികളും മറ്റ് ക്രെയിൻ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരും എന്നുള്ളതാണ് ഇന്നലെ കാർവാർ MLA വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്നത്. ഇന്നലെ ഈശ്വർ മാൽപ്പെ മാത്രമാണ് ഗംഗാവാലിയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തിയത്. ഇന്ന് ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള 4 പേർ കൂടി, മുങ്ങൽ വിദഗ്ധർ കൂടി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘം മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശത്ത് മുങ്ങി പരിശോധന നടത്തിയാൽ ഇന്ന് തീർച്ചയായും അതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈശ്വർ മാൽപ്പെ ഇന്നലെ പങ്കുവച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇന്നലെയും ഈ ഒരു തിരച്ചിൽ ആരംഭിക്കുന്നതിൽ, 2ാം ഘട്ട തിരച്ചിൽ ആരംഭിക്കുന്നതിലും കർണാടക സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ വളരെയധികം വ്യക്തമായിരുന്നു. കാരണം രാവിലെ തന്നെ നേവി എത്തി പരിശോധന നടത്തും എന്നെല്ലാമുള്ള അറിയിപ്പ് ആണ് ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക സംവിധാനം ഇവിടെ എത്തിയിരുന്നില്ല. ഉച്ചയോടുകൂടി ഈ തെരച്ചിൽ അനിശ്ചിതത്വത്തിലായതിനെ സംബന്ധിച്ച മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് കാർവാർ MLA ഇവിടേക്ക് വന്നത്. കാർവാർ MLA വന്നിട്ട് ശ്രമിച്ചതാകട്ടെ കേരളം അവിടെ നിന്നും, തൃശ്ശൂരിൽ നിന്നും എത്തിക്കേണ്ടുന്ന ഡ്രഡ്ജിംഗ് യന്ത്രം അനുവദിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവന നടത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂരിൽ കൃഷി വകുപ്പിന് കീഴിലുള്ള ഈ ഫ്ലോട്ടിംഗ് ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സന്നദ്ധതയെല്ലാം കേരളം അറിയിച്ചതാണ്. മാത്രമല്ല വിദഗ്ധരെത്തി ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് ആ കാര്യത്തിൽ രേഖാമൂലം എന്തെങ്കിലും തരത്തിൽ ഇത് ആവശ്യപ്പെടാനോ ഒരു ഫോളോ അപ്പ് നടത്താനോ ഈ കർണാടക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായ കാര്യം. ആ രീതിയിലൊരു പ്രസ്താവന നടത്തി ഇന്നലെ ഈ കാർവാർ MLA തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഏതായാലും പിന്നീട് ഈശ്വർ മാൽപ്പയെ വിളിച്ചു വരുത്തി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ഈശ്വർ മാൽപ്പെ ഇന്നലെ തന്നെ രാവിലെ മുതൽക്ക് തന്നെ ഷിരൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈശ്വർ മാൽപ്പയ്ക്കും ഇന്നലെ രാവിലെ ഗംഗാവാലിയിൽ ഇറങ്ങാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് അനുമതി ലഭിച്ചത്. അതിനുശേഷമാണ് ഈ ഈശ്വർ മാൽപ്പെ മുങ്ങിയുള്ള പരിശോധന ആരംഭിച്ചത്. മനു.